മാവിൽ നിന്നും 35 മാങ്ങ ലഭിക്കുമോ? കോതമംഗലം സ്വദേശി മത്തായി കുഞ്ഞിന്റെ വീട്ടിലെത്തിയാൽ ഈ സംശയം മാറും. മൾട്ടി ഗ്രാഫ്റ്റിംഗ് രീതിയിലൂടെ ഒരൊറ്റ മാവിൽ 35 ഇനങ്ങൾ വളർത്തിയെടുത്ത ശ്രദ്ധേയനായിരിക്കുകയാണ് കോതമംഗലം സ്വദേശി മത്തായി കുഞ്ഞ്. കോതമംഗലം പുതുപ്പാടി സ്വദേശി തേലക്കാട്ട് മത്തായി കുഞ്ഞ് വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഇദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് വളർന്നു നിൽക്കുന്ന മാവിൽ നിറയെ വ്യത്യസ്ത രൂപത്തിലും രുചിയിലുമുള്ള മാങ്ങകൾ കാണാം. മാവിന്റെ ഓരോ ശിഖരത്തിലും വ്യത്യസ്തയിനം മാങ്ങകൾ കുലകുത്തി കിടക്കുന്നത് മനോഹരവും വ്യത്യസ്തവുമായ കാഴ്ചയാണ്. മാവിന്റെ ഒരു കൊമ്പിൽ മൂവാണ്ടനാണെങ്കിൽ മറ്റൊരു കൊമ്പിൽ കൊളമ്പായിരിക്കും. ഇതേ രീതിയിൽ ചെറുതും വലുതുമായ നാടനും വിദേശിയുമെല്ലാം ഒറ്റ മരത്തിൽ ഇങ്ങനെ കാഴ്ച കിടക്കുന്നത് കാഴ്ച വിസ്മയമാണ്. മാവുകൾ കൂടാതെ റംബുട്ടാൻ, അബിയു, കവുങ്ങ്, തെങ്ങ്, ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങിയവയും മത്തായി കുഞ്ഞിന്റെ കൃഷിയിടത്തിൽ ധാരാളമായി വളരുന്നുണ്ട്. മാവിൽ മൾട്ടി ഗ്രാഫ്റ്റ് ചെയ്ത് ആവശ്യക്കാർക്ക് തൈകൾ കൊടുക്കുന്നുമുണ്ട്. ചെറിയ സ്ഥലത്ത് കൂടുതൽ ഇനങ്ങൾ വളർത്താൻ കഴിയുന്ന മൾട്ടി ഗ്രാഫ്റ്റിംഗ് സ്വന്തം വീട്ടുവളപ്പിൽ തന്നെ ചെയ്ത കൃഷിയുടെ പുതിയ മാതൃക സൃഷ്ടിക്കുകയാണ് മത്തായി കുഞ്ഞ്. നിലവില് ഈ മാവില് 3 ഗ്രാഫ്റ്റിംഗ് ഉണ്ട്. വ്യത്യസ്തമായ 3 മാവുകൾ നമ്മളിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് 4ാമത്തെ വീണ്ടും ഗ്രാഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് നാംഡോക് മായി എന്ന് പറയുന്ന വെറൈറ്റിയാണ് നമ്മൾ പിടിപ്പിക്കാൻ പോകുന്നത്. അതിൻ്റെ ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞത് നമ്മൾ ഈ മുകളം ഊന്നി വരുന്നത്, ഇതിൻ്റെ ഒരു മുകളം ഊന്നി വരുന്ന കമ്പുകളാണ് ഏറ്റവും കൂടുതൽ സക്സസ് ആവുന്നത്. അപ്പോൾ ആ കമ്പുകൾ നമ്മൾ എടുക്കും. അതിനെ നമ്മൾ വി ഷേപ്പിൽ കട്ട് ചെയ്യും. ഷാർപ്പായിട്ട് കട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് ഒന്നുകൂടി നമ്മൾ ലെവലാക്കാൻ വേണ്ടിയിട്ട് ബ്ലേഡിന് ഒന്നുകൂടി കറക്റ്റ് ലെവലാക്കി കിട്ടണം. ശരിക്കും പരിചയമുള്ള ആളുകൾക്ക് ഒറ്റ പ്രാവശ്യം കൊണ്ട് കട്ട് ചെയ്യാവുന്നതാണ്. എങ്കിലും സക്സസ് കൂടുതലുണ്ട്. ഇനി നമ്മൾ ഈ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് മുകളം വരാൻ പോകുന്ന കമ്പായിരിക്കണം. 2 ഇതിന്റെ സെയിം വണ്ണമായിരിക്കണം. ചെയ്യാൻ പോണ കമ്പിനും സെയിം വണ്ണമായിരിക്കണം. എങ്കിലാണ് സക്സസ് റേറ്റ് കൂടുതലാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കമ്പ് നമ്മളിവിടെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവനെ നമ്മളിവിടെ കട്ട് ചെയ്ത് കളഞ്ഞു. അത് നമ്മൾ ബ്ലേഡിന് അല്ലെങ്കിൽ ഷാർപ്പായ കത്തി ഉപയോഗിച്ച് നമ്മൾ നീളത്തിൽ ഒന്ന് കീറിയെടുക്കും. ആ കീറിയ ഇതിലേക്ക് നമ്മൾ ഈ കമ്പിന് നമ്മൾ പറയുന്നത് സയോൺ എന്നാണ്. ഇതിന് റൂട്ട് സ്റ്റോക്ക് എന്ന് പറയും. അപ്പൊ ഈ സയോൺ ഈ റൂട്ട് സ്റ്റോക്കിന്റെയും ഈ പുറം തൊലികൾ തമ്മിൽ ചേരത്തക്ക വിധത്തിൽ കണ്ട് ഇവിടെ ഒരേ ലെവലിൽ വരുന്ന രീതി ചെയ്യണം. 2 തൊലി ഈ 2ന്റെ സ്കിൻ തമ്മിലാണ് കൂട്ടിച്ചേരുന്നത്. അതായത് നമ്മളൊരു ഈ ബഡ്ഡിങ് പേപ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇതൊരു ഇലാസ്റ്റിസിറ്റി ഉള്ള ഒരു പേപ്പറാണ്. വലിക്കുമ്പോൾ നീണ്ടു വരുന്നൊരു പേപ്പറാണ്. ഇത് വെച്ചാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ ചുറ്റിക്കെട്ടുകയാണ്. ഗ്രാഫ്റ്റിങ്ങിന് ഏറ്റവും സൂട്ടബിളായ സമയം മഴക്കാലമാണ്. മഴക്കാലത്ത് മഴ അന്തരീക്ഷം തണുത്തിരിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ സക്സസ്. ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ വലിഞ്ഞു വരും, നൂല് പോലെ വലിഞ്ഞു വരും. അതിൽ ലാസ്റ്റ് തന്നെ നമ്മൾ ഒന്നുകൂടി ബലപ്പെടുത്തി ചുറ്റി കെട്ടിയിട്ട് വലിച്ചു. ഇതിനാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനെ നമ്മൾ ഒരു മിസ്റ്റ് ചേമ്പർ നമുക്കില്ലാത്ത കൊണ്ട് നമ്മൾ എന്തെങ്കിലും പ്ലാസ്റ്റിക് കൂടിനകത്ത് കവർ അല്ലെങ്കിൽ നമ്മൾ സിപ്പപ്പിന്റെ കവർ എടുത്തിട്ട് അതിൽ വെള്ളം നിറച്ച് അതൊന്ന് ഉള്ളിൽ ഒന്നിങ്ങനെ കാണിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലെല്ലാം ജല കണങ്ങളിരിക്കും. ഇവ നമ്മൾ ഇതിനകത്ത് ഇട്ടും ഇതെടുക്കാൻ ഒരു കൂളിംഗ് അറ്റ്മോസ്ഫിയർ അതിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മളിതിനെ ഇതിൻ്റെ അടിഭാഗം നമ്മൾ റബ്ബർ ബാൻഡ് എന്തെങ്കിലും ഇട്ട് വെള്ളം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിവെക്കും. ഇപ്പം ഇതിൻ്റെ ഗ്രാഫ്റ്റിംഗ് പൂർത്തിയായി. ഇപ്പം നിലവിൽ 4ാമത്തെ വെറൈറ്റി ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളൊരു 15-20 ദിവസം ആകുമ്പോഴത്തേക്കും ഈ ഇതിലുള്ളികളെ മുകളം വരാൻ തുടങ്ങും. ആ മുകളം വരുമ്പോൾ നമ്മൾ ഇത് അയച്ചെടുക്കും. ഇത് അയച്ച് ഇതിനെ റിലീസ് ആക്കും. അത് കഴിഞ്ഞ് ഒരു 6 മാസത്തോളം നമ്മൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ അടിയിലുള്ള നമ്മൾ ഗ്രാഫ്റ്റിംഗ് ചെയ്ത പേപ്പർ അയക്കാൻ പാടുള്ളൂ. ഫലവൃക്ഷങ്ങൾക്ക് പ്രാധാന്യം നൽകി കൃഷി ചെയ്യുന്ന താൻ കാർഷിക കുടുംബത്തിലാണ് ജനിച്ചതെന്നും കോവിഡ് കാലത്ത് യൂട്യൂബിൽ കണ്ടാണ് മൾട്ടി ഗ്രാഫ്റ്റിംഗ് തുടങ്ങിയതെന്നും കൃഷിയുടമ മത്തായി കുഞ്ഞ് പറഞ്ഞു. ഞാൻ ഗവൺമെന്റ് സർവീസിൽ നിന്ന് ഈ കഴിഞ്ഞ വർഷം പെൻഷനായ ആളാണ്. കൃഷി എനിക്ക് ധാരാളമായിട്ടുണ്ട്.
കുടുംബപരമായിട്ട് കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. അതിൻ്റെ കൂടെ കോവിഡ് കാലത്ത് യൂട്യൂബിൽ കണ്ടാണ് ഒരു മാവിൽ മൾട്ടി ചെയ്യുന്നത് കണ്ടു. അത് എൻ്റെ മാവിൽ ചെയ്തുകൂടെ എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ മാവിൽ പരീക്ഷണാടിസ്ഥാനം ഇവിടെ ചെയ്തു. ആദ്യം ചെയ്ത് ഞാൻ കോഴിക്കോട് ജോലി ചെയ്യുമ്പോൾ ഒരു പഞ്ചായത്തിൻ്റെ മുറ്റത്ത് നിന്ന് മാവിൽ 7 വെറൈറ്റി ചെയ്തുകൊണ്ടാണ് അത് വളരെ സക്സസ് ആയി. അപ്പോൾ അത് എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്തു. എൻ്റെ വീട്ടിൽ 2-3 മാവ് നിൽപ്പുണ്ട്. ആ മാവിൽ ഞാനൊരു പല വെറൈറ്റി ഗ്രാഫ്റ്റ് ചെയ്തു. അത് സക്സസ് ആയി. അപ്പോൾ അങ്ങനെ ആയപ്പോൾ മാവിൽ എന്തുകൊണ്ട് ബാക്കി എല്ലാ കമ്പുകളിലേക്കും ഗ്രാഫ്റ്റ് ചെയ്യണമെന്ന് എനിക്കൊരു ആശയം തോന്നി. അങ്ങനെ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന 2 മാവുകളിലായിട്ട് നാടനും വിദേശിയുമായ പല വെറൈറ്റികൾ, പല സ്ഥലത്തും പോകുമ്പോൾ ആളുകൾ നല്ലതെന്ന് പറയുന്ന മാവിൻ്റെ കമ്പുകൾ ഞാൻ കൊണ്ടുവന്ന് എൻ്റെ മാവിൽ ഇപ്പോൾ 2 മാവിലും ഏകദേശം 35 ഇനങ്ങൾ വീതം ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ വർഷം, കഴിഞ്ഞ വർഷം മുതൽ അത് കാഴ്ച തുടങ്ങി. കോവിഡ് കാലത്താണ് തുടങ്ങിയത്. ഇപ്പോൾ ഈ വർഷം അത് 35 ഇനത്തിൽ 30 ഇനങ്ങൾ തന്നെ പൂത്ത് കാ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വ്യത്യസ്തമായ ഇനങ്ങളുണ്ട്. തായ്ലൻഡിൻ്റെ വെറൈറ്റികളുണ്ട്, നാടനുണ്ട്, കണ്ണിമാങ്ങയുണ്ട്, പേരറിയാവുന്നതും അറിയാൻ പാടില്ലാത്തതും ഒട്ടേറെ ഇനങ്ങൾ ഇപ്പോൾ നിലവിൽ ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് 40ഓളം റംബുട്ടാൻ കൃഷിയുണ്ട്. അബിയു 25ഓളം അബിയു ഫ്രൂട്ട്സിൻ്റെ കൃഷിയുണ്ട്. പിന്നെ കവുങ്ങുണ്ട്, തെങ്ങുണ്ട്, മാവാണ് കൂടുതലും. മാവ് ഇങ്ങനെ ഒരു മാവിൽ മൾട്ടി ചെയ്ത് പലരും ആവശ്യപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു മാവിൽ നമ്മൾ 2 വെറൈറ്റി, 3 വെറൈറ്റി, 4 വെറൈറ്റി ആയിട്ട് നമ്മൾ ചെറിയ പോളിത്തീൻ കവറിനകത്ത് തൈയായിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ധാരാളം ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയുണ്ട്. പിന്നെ ബട്ടർ ഫ്രൂട്ട്, അവക്കാഡോയുടെ ഉണ്ട്. എല്ലാം ഫ്രൂട്ട്സ് കൃഷിയാണ് മെയിനായിട്ട്.